പല ഷോപ്പ് കീപ്പേഴ്സും ഇതിനെ പേടിയോടുകൂടിയാണ് കാണുന്നത്. പലർക്കും അതൊരു സംശയമായിട്ട് തോന്നാം. പണ്ടൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ തന്നെയാണ് വില പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി. എല്ലാവരും എന്നെ വിളിക്കുമ്പോൾ എന്നോട് വില കുറച്ച് തരണം. അപ്പൊ എന്റെ സെയിൽസ് പേഴ്സണിനോട് പൈസ അതൊക്കെ ഞാൻ ഇന്നയാളോട് പറയാം, ഓണറോട് ഞാൻ കണക്റ്റഡ് ആണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. അപ്പൊ ഇതൊരു ചലഞ്ചായിട്ട് വരില്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന ഒരവസ്ഥ. അതല്ല നമ്മൾ അവരുമായിട്ടുള്ള കണക്ഷൻ വേണ്ടത്. അതിനു വേണ്ടി അത് എഗെയിൻ ആ ബാർഗെയിനിങ് ലെവലിലോട്ട് പോയി, തരം താഴ്ന്ന ലെവലിലോട്ട്. ഇതല്ല കണക്ഷൻ. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് അവർക്ക് ഇഷ്ടപ്പെടണം. മനസ്സിലായില്ലേ? ആ വാല്യൂ അവിടെ ഡെലിവറി ചെയ്യുമ്പോൾ അതൊരു പൈസയ്ക്കും വാങ്ങാൻ പറ്റാത്ത വാല്യൂ ആണ്. ഒരു പൈസയ്ക്കും അത് വാല്യൂ ആ ഒരു ഇത് മറ്റു പൈസ മറ്റുള്ള പലർക്കും കൊടുക്കാൻ കഴിയും. പണം കുറച്ച് കൊടുക്കാൻ ഏത് ഷോപ്പ് കീപ്പർക്കും കഴിയും. ഇത് കൊടുക്കാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം നമ്മളെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പണം കുറയ്ക്കുന്നതിന് പകരം അവർക്കൊരു ട്രീറ്റ് കൊടുക്കാം. എന്താ ഒരു 4 വെള്ളം പറഞ്ഞ് അല്ലെങ്കിൽ 4 മിഠായി കൊണ്ടുവന്ന്, ഇതൊക്കെ വാല്യൂ ആണ്. ഇതൊക്കെ വാല്യൂ ആണ്. കസ്റ്റമർ വീണ്ടും 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 അവരും അവരുടെ തലമുറകൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ കുഞ്ഞാണ് വളർന്നു വലുതായി നമ്മുടെ കസ്റ്റമർ ആവുന്നത്. അനീഫിക്ക, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനോ ആരോ വന്നിരുന്ന അച്ഛന്റെ കൂടെ വന്നതാ പണ്ട് മുതൽക്ക് അപ്പയുടെ കൂടെ വന്നതാണ്. ഞാൻ ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഇപ്പൊ ഞാനാണ് വരുന്നത്. സി, നിങ്ങൾ എക്സ്ട്രാ ഒരു എഫേർട്ടോടെ മാർക്കറ്റിംഗിൽ അങ്ങനെയൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെ അവിടെ സ്ഥിരമായി നടക്കുന്നതും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ അങ്ങനത്തെ ഒരാളുടെ നമ്പർ വാങ്ങി കണക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പ്രേക്ഷകർക്കും ഇത് തോന്നട്ടെ. ഞാൻ അതാണ് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും ഇതിന്. ഞാൻ വലിയൊരു വാല്യൂബിൾ ആയ ഒരു ഐഡിയ ആയിട്ട് ഞാൻ അതിനെ കാണുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ഒരു എക്സ്പെർട്ടീസ്. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം. എപ്പോഴും അത് സോൾവ് ചെയ്യാൻ നടക്കണം എന്നുള്ളതല്ല. ആലോചിച്ച് നോക്കുക, ഒരു വലിയൊരു കെട്ടിടം വളർന്നുണ്ടായത് എങ്ങനെയാണ്? ആ ചെറിയ ബ്രിക്ക് വെച്ചാണ് അല്ലേ? ഈ ബ്രിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ബ്രിക്ക് നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അതാണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ സ്ട്രോങ് ആയി. അതിന് മുകളിൽ എത്രയോ തട്ടിൽ വളർത്താവുന്ന രീതിയിൽ അവൻ അവിടെ സ്ട്രോങ് ആയിട്ട് അലൈൻഡ് ആയി. നമ്മൾ ഈ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഗ്യാപ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പോണൻഷ്യൽ രീതിയിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഗ്രോ ചെയ്യുന്നതല്ല, റിസൾട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ബിസിനസ് കൂടാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ഗ്യാപ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് കാണില്ല. എനിക്കൊരു രോഗമുണ്ടെങ്കിൽ അസുഖം ഉണ്ടെന്ന് അറിയാന്നല്ലാതെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഷോപ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇത് കാണില്ല. പക്ഷെ നിങ്ങൾ ഓണേഴ്സിന് ഇത് കാണാൻ കഴിയും. കാരണം നിങ്ങൾ പുറത്തു നിന്ന് ഇതിൻ്റെ ഒരു മുകളിൽ നിന്നൊരു പരുന്ത് നോക്കുന്നത് പോലെ ആണ് അതിനെ കാണുന്നത്. നോക്കണം. ഓണേഴ്സിന് അറിയാൻ 2-3 കാരണങ്ങളുണ്ടാവും. ഒരു മുമ്പിലാണ് ഡാറ്റകൾ ഉള്ളത്. ഈ ഡാറ്റകൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഒരു പക്ഷേ ആ തിരക്കുള്ള സെയിൽസ് മെമ്പർക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആക്ടിവിറ്റി, അതിന് കുറച്ച് സമയം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊന്നുണ്ടോ എന്തെങ്കിലും? നമ്മുടെ ഇതൊരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇപ്പം ചില ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഴയ ആളുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. നല്ല സ്ട്രാറ്റജിയാണത്. പഴയ ആളുകളെ റീറ്റെയിൻ ചെയ്യുക. കാരണം ആ ആളുകൾ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. എൻ്റെ മുടി വെട്ടുന്നത്, ഓക്കെ ലെറ്റ്സ് സേ ബാർബർ ഷോപ്പിൽ പോയി എൻ്റെ മുടി വെട്ടുന്ന ഒരാൾ ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. കാരണം എന്താ, ഇതിന് 2-3 പ്രാവശ്യം അയാൾ വെട്ടി എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ മുഖത്തിന്റെ ഷേപ്പിന് എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ളതൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അങ്ങനെ ആളുകളെ നമ്മൾ അതിലോട്ട് വെക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എംപ്ലോയീസ് നമ്മൾ ഓടുന്ന അതേ സ്പീഡിലെങ്കിലും ഓടിയിരിക്കണം. ഇവിടെ പ്രോബ്ലങ്ങൾ അതാണ്. നമുക്ക് പഴയ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഓണർ വളരുന്നത് പോലെ ചിലപ്പോൾ ഇവർ വളർന്നു വന്നില്ലെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം ഓണർ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ റിസൾട്ട് കൊണ്ടുവരണം, ഈ റിസൾട്ട് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ കൊണ്ടുവരും എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇവർ പറഞ്ഞ പോലെ പറയുമ്പോൾ എല്ലാം കേൾക്കും, കുറച്ചപ്പുറത്ത് പോയിട്ട് അയാൾ ഓരോന്ന് പറയും എന്ന് പറഞ്ഞാൽ അവർ പഴയ ശൈലിയിൽ തന്നെ പോവുകയാണെങ്കിൽ കമ്പനി വളരില്ല. അപ്പോൾ ഈ പഴയ ആളുകൾ തന്നെ വെച്ചാലേ ഉള്ളൂ റിട്ടേൺ ചെയ്യുക എന്ന് വിചാരിച്ച് അവിടെ നിർത്തി ഇതിനെ തള്ളിക്കൊണ്ടുപോയാൽ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? കോൺഫ്ലിക്റ്റ് വരും. തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ കമ്പനി വളരുക, ഒരു ഓണർ വളരുന്നതോടുകൂടി
കൂടെയുള്ള ടീമും ഓണർ കൂടെ വളരണം, വളരണം. ഇല്ലെങ്കിൽ വളർത്തണം, എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. Dude Telecom. Dude Telecom.